എൻ്റെ പേര് ഫാദർ പോൾ അമ്പൂക്കൻ. ഇരിങ്ങാലക്കുട രൂപതയിലെ കൊറ്റനല്ലൂർ പരിശുദ്ധ ഫാത്തിമ മാതാ ഇടവകയിലെ വികാരിച്ചനാണ്. 2 വർഷമായി ഞാനിവിടെ വികാരിയായി ശുശ്രൂഷ ചെയ്യുന്നു. ഈ ദേവാലയം ഇവിടെ നിർമ്മിക്കപ്പെട്ടിട്ട് 12 വർഷത്തോളമായി, പുതുക്കി പറഞ്ഞിട്ട് 12 വർഷത്തോളമായി. 420 വീടാണ് ഈ ഇടവകയിൽ ഉള്ളത്. വളരെ ശാന്തമായ സ്നേഹപൂർണമായ ഒരു സമൂഹമാണ് കൊറ്റനല്ലൂർ ഇടവക. ദിവസവും പ്രഭാതത്തിലെ ദീപബലിയോട് കൂടിയാണ് ഇവിടുത്തെ വിശ്വാസ സമൂഹം ദിവസം ആരംഭിക്കുക. കഴിഞ്ഞ വർഷമാണ് പോപ്പുലർ മിഷൻ ഇവിടെ ധ്യാനം നടത്തണം എന്നുള്ള ആഗ്രഹം ജനങ്ങളിൽ നിന്നുണ്ടായത്. അപ്പോൾ തന്നെ പോപ്പുലർ മിഷൻ ധ്യാനത്തിൻ്റെ ഡയറക്ടറായിരിക്കുന്ന ബഹുമാനപ്പെട്ട ജോജോ മാരിപ്പാട്ടച്ചനുമായിട്ട് ഞാൻ ബന്ധപ്പെട്ടു. പ്രാർത്ഥനയും അതുപോലെ തന്നെ യൂണിറ്റുകളിലെ ചർച്ചകളും പള്ളിയിലെ അറിയിപ്പുകളും എല്ലാം നീക്കൊണ്ടിരുന്നു. അങ്ങനെ ധ്യാനത്തിന് ദിവസം അടുത്തപ്പോഴാണ് പ്രകൃതി വളരെ പ്രതികൂലമായിട്ട് കാണപ്പെട്ടത്. 14-ാം തീയതി ശനിയാഴ്ച പോലും മഴയായിരുന്നു. മഴക്കാലം മൂടിക്കെട്ടിയ അന്തരീക്ഷമായിരുന്നു. പുറത്ത് എങ്ങനെ ധ്യാനം നടക്കും എന്ന് ഒരു ചിന്തയായി. എങ്കിലും 15-ാം തീയതി ആകട്ടെ, കാരണം ജനങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു നല്ല കാലാവസ്ഥയ്ക്ക് വേണ്ടിയും ദൈവത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടിയും. ദൈവാനുഗ്രഹം എന്ന് പറയേണ്ടോ, മഴ 15-ാം തീയതി കാലത്ത് പെട്ടെന്നെന്ന പോലെ ഒഴിഞ്ഞുപോയി. പിന്നീട് ധ്യാന ദിവസങ്ങൾ ഒരിക്കലും മഴ ഞങ്ങൾക്ക് ശല്യം ചെയ്തില്ല. ഈ ഇടവകയിലെ 98% ജനങ്ങളും ഈ ധ്യാനത്തിൽ പങ്കെടുത്തു എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ്. യേശുവിന്റെ പിന്നാലെ അടിവച്ചണിയായി യേശുവിന്റെ പിന്നാലെ പോവുക നാം യേശുവിന്റെ പിന്നാലെ സ്നേഹത്തിന്റെ പതാകയുമേന്തി യേശുവിന്റെ പിന്നാലെ പോവുക നാം യേശുവിന്റെ പിന്നാലെ വിശ്വാസത്തിൻ ദീപവുമേന്തി യേശുവിന്റെ പിന്നാലെ. സ്നേഹ ബഹുമാനപ്പെട്ട അഭിമന്യ പോളി കണ്ണുകാടൻ പിതാവേ, നമ്മുടെ പോപ്പുലർ മിഷൻ ധ്യാനത്തിന് നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട ജോജോ മാരിപ്പാട്ടച്ച, ബഹുമാനപ്പെട്ട തോമസ് അച്ച, പ്രിയമുള്ള സിസ്റ്റേഴ്സ്, ഇടവകൈക്കാരന്മാരെ, കമ്മിറ്റി അംഗങ്ങളെ, പ്രിയമുള്ള സഹോദരി സഹോദരങ്ങളെ, കുഞ്ഞുമക്കളെ, 6 ദിവസമായിട്ട് നമ്മൾ ദൈവത്തിൻ്റെ കൃപ അനുഭവിക്കുകയായിരുന്നു. നമ്മൾ 4 മാസമായി പോപ്പുലർ മിഷൻ ധ്യാനത്തിനായിട്ട് ഒരുങ്ങുകയായിരുന്നു. കുടുംബസമ്മേളനങ്ങളിലും വീടുകളിലും പള്ളിയിലൊക്കെ അതിൻ്റേതായ ഒരുക്കങ്ങൾ നടക്കുകയായിരുന്നു. എല്ലാ വീടുകളിലും പ്രാർത്ഥിക്കുകയായിരുന്നു. അങ്ങനെ ആ ദിവസം വന്നെത്തിയപ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ ശനിയാഴ്ച വരെ കാലാവസ്ഥ വളരെ പ്രതികൂലമായിരുന്നു. പക്ഷേ നമ്മൾ പ്രതീക്ഷ വിട്ടില്ല. ഞായറാഴ്ച ശരിയാകും. നമുക്കതിനുവേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടു. ഈ 6 ദിവസവും നല്ല കാലാവസ്ഥ നൽകി ദൈവം നമ്മെ അനുഗ്രഹിച്ചു. നല്ലവനായ ദൈവത്തിനെ നമുക്ക് കൃതജ്ഞത അർപ്പിക്കാം. പിതാവ് നമ്മോടുള്ള സ്നേഹത്തെ പ്രതി ഇന്ന് ഈ ധ്യാനത്തിൻ്റെ സമാപനത്തിൽ ഇവിടെ വന്ന് സന്ദേശം നൽകുവാൻ തയ്യാറായി.
എല്ലായിടത്തും സമാപനത്തിലെ പിതാവിൻ്റെ സന്ദേശം നമുക്ക് കാണാറുണ്ട്. ഈ അവസരത്തിൽ ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. വളരെ ത്യാഗത്തോടുകൂടെ നമ്മെ കാണുവാനും ഈ പോപ്പുലർ മിഷനാനത്തിൻ്റെ സമാപന സന്ദേശം നൽകുവാനും നമ്മുടെ ഇടയിൽ കടന്നു വന്നിരിക്കുന്ന അഭിവന്യ പോളി പിതാവിനെ ഈ ഇടവക സമൂഹത്തിൻ്റെ പേരിൽ ഇവിടെ കൂടി എല്ലാവരുടെയും പേരിൽ സ്നേഹപൂർവ്വം സ്വാഗതം ആശംസിക്കട്ടെ. ഏറ്റവും സ്നേഹമുള്ള നമ്മെല്ലാവരെയും സ്വാഗതം ചെയ്ത നമ്മുടെ പ്രിയപ്പെട്ട വികാരിയച്ഛൻ പോളച്ച, സ്നേഹമുള്ള കൈക്കാരന്മാരെ, കമ്മിറ്റി അംഗങ്ങളെ, ഏറ്റവും പ്രിയപ്പെട്ട ഇടവകാംഗങ്ങളെ, എൻ്റെ പ്രിയ കുഞ്ഞുമക്കളെ, പോപ്പുലർ മിഷൻ ധ്യാനം എനിക്കിഷ്ടപ്പെട്ടതാണ്. ഓരോ ഇടവകയിലും പോപ്പുലർ മിഷൻ ധ്യാനം നടക്കുന്ന അവസരത്തിൽ ഒരുപാട് ദൈവാനുഗ്രഹം വർഷിക്കപ്പെടുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഞാൻ ഇന്ന് നടക്കാൻ പോയപ്പോഴും കുടയും കൊണ്ട് പോയേ. രാവിലെ ഒരു 4:45 ആയപ്പോൾ നടക്കാനിറങ്ങി 5:45 വരെ കുടയും കൊണ്ട് പോയേ. പക്ഷെ മഴ പെയ്തില്ല. ഞാൻ കുടയും കൊണ്ട് പോകാൻ കാരണം ഈ അടുത്ത ദിവസങ്ങളിൽ വാർത്തയിൽ കണ്ടു ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദമുണ്ട്, അതുകൊണ്ട് നല്ല മഴയുണ്ടാവുമെന്ന്. അപ്പം ഞാൻ ആലോചിക്കുകയായിരുന്നു, എന്തുകൊണ്ടാണ് ഈ മഴ ഇവിടെ ഒന്നും പെയ്യാതിരുന്നത്? എനിക്ക് പരമായ സംശയമുണ്ട്. നിങ്ങളുടെ ഈ പോപ്പുലർ മിഷൻ ധ്യാനത്തിൽ നിന്ന് ഉയർന്ന ദൈവാനുഗ്രഹവും നിങ്ങളുടെ പ്രാർത്ഥനയുമാണ് യഥാർത്ഥത്തിൽ മഴ പോലും നിന്നു പോകാനായിട്ട് കാരണമായത്. ദൈവാനുഗ്രഹത്തിൻ്റെ സംരക്ഷണ വലയം ഈ പോപ്പുലർ മിഷൻ ധ്യാനം എവിടെ നടക്കുന്നുണ്ടോ അവിടെയൊക്കെ ഉണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണത്. നിങ്ങളുടെ വലിയ തീഷ്ണതയും വലിയ ആത്മാർത്ഥതയും വലിയ കൂട്ടായ്മയുമാണ് മനോഹരമായ ഈ പള്ളി ഇവിടെ നിർമ്മിക്കാനായിട്ട് ഇടയായത്. അതുപോലെ തന്നെ മനോഹരമായിട്ടുള്ള വൈദിക മന്ദിരവും ഇടവക കാര്യാലയവും. അതുമാത്രം പോരാ, സ്കൂളിൻ്റെ കെട്ടിടം പുതുക്കി പണിതതും ഒക്കെ നിങ്ങളുടെ താല്പര്യമാണ്. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ കഴിഞ്ഞ ഒക്ടോബർ 24 ഒരു എൻസൈക്ലിക്കൽ, അതായത് അപ്പസ്തോലിക പ്രബോധനം, ചാക്രിക ലേഖനം ഇറക്കിയിട്ടുണ്ട്. എൻ്റെ പേര് ദൈവം നമ്മെ സ്നേഹിച്ചു. എൻ്റെ പേര് ഇങ്ങനെയാണ്, അവൻ നമ്മെ സ്നേഹിച്ചു, ദൈവം നമ്മെ സ്നേഹിച്ചു. ഡിലെക്സിറ്റ് നോസ്, അതാണ് ആ അപ്പസ്തോലിക പ്രബോധനത്തിൻ്റെ ചാക്രിക ലേഖനത്തിൻ്റെ പേര്. ഈശോയുടെ തിരുഹൃദയത്തെക്കുറിച്ചുള്ള അപ്പസ്തോലിക പ്രബോധനമാണ്. ഈശോയുടെ തിരുഹൃദയത്തെക്കുറിച്ച്. ഈശോ ആണ് നമ്മെ സ്നേഹിച്ചത്. ഈശോയുടെ സ്നേഹം ഇന്നും വർഷിച്ചു കൊണ്ടിരിക്കുക. തൻ്റെ ജീവൻ പോലും വ്യയം ചെയ്തുകൊണ്ട് ഇന്നും തുറക്കപ്പെട്ട ഹൃദയവുമായിട്ട് നമ്മെല്ലാവരെയും സ്നേഹിച്ചു കൊണ്ടിരിക്കുക. ആ സ്നേഹത്തിൻ്റെ വലയത്തിലാണ് ക്രിസ്തു വിശ്വാസികളായിട്ടുള്ള ഓരോരുത്തരും. ആ സ്നേഹം ഉജ്ജ്വലിപ്പിക്കാനായിട്ട് കടപ്പെട്ടവരാണ് നിങ്ങളെല്ലാവരും. എന്നിട്ട് പരിശുദ്ധ പിതാവ് ഇന്നത്തെ വെല്ലുവിളികളെക്കുറിച്ച് പറയുന്നുണ്ട്. ഈശോയുടെ തിരുഹൃദയത്തെക്കുറിച്ചാണ് ആ പ്രമാണരേഖ. വിശുദ്ധ മേരി അലക്കോക്കിന് ഈശോ പ്രത്യക്ഷപ്പെട്ടതിൻ്റെ 350-ാം വാർഷികത്തിൽ പരിശുദ്ധ പിതാവ് ഒക്ടോബർ 24 ഇറക്കിയതാണ് ഈ ചാക്രിക ലേഖനം. ചാക്രിക ലേഖനം പക്ഷെ ഒരു സാമൂഹികമായിട്ടുള്ള ഒരു പ്രബോധനവും കൂടെ അതിൻ്റെ ഉള്ളിൽ പാപ്പ ചേർത്തിട്ടുണ്ട്. പാപ്പയുടെ 4ാമത്തെ ചാക്രിക ലേഖനമാണ് അത്. 1ാമത്തെ ചാക്രിക ലേഖനം ദ ലൈറ്റ് ഓഫ് ദ ഫെയ്ത്ത് 2013 ഇറക്കി, വിശ്വാസത്തിൻ്റെ പ്രകാശം. 2ാമത്തെ ചാക്രിക ലേഖനം ലൗദാത്തോ സി, ദൈവമേ സ്തുതി, പ്രപഞ്ചത്തെക്കുറിച്ചും പ്രകൃതിയെക്കുറിച്ചാണ്. 3ാമത്തെ ചാക്രിക ലേഖനം ഫ്രatelli tutti, അതായത് നാം എല്ലാവരും സഹോദരർ. അതിൻ്റെ ഒരു തുടർച്ചയാണ് ഈ ചാക്രിക ലേഖനം. പാർശ്വവൽക്കരിക്കപ്പെട്ടവരോടും ദരിദ്രരോടും രോഗികളോടും ആർദ്രതയും അനുകമ്പയും കരുണയും കാണിക്കേണ്ടതിൻ്റെ ആവശ്യകത ഓർമ്മിപ്പിക്കുകയാണ്. എന്നിട്ട് പാപ്പ പറയുന്നുണ്ട്, ബുദ്ധിശക്തിക്ക് അമിത പ്രാധാന്യം കൊടുക്കുന്ന ഒരു കാലഘട്ടമാണ്.
അതുപോലെ തന്നെ സ്വാതന്ത്ര്യബോധം അമിതമായിട്ട് ചിന്തിക്കുന്ന ഒരു കാലഘട്ടമാണ്. യുക്തിചിന്തകൾ ഇന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അവിടെ ദൈവവുമായിട്ടുള്ള വ്യക്തിബന്ധത്തിന് ഒട്ടും പ്രാധാന്യം കൽപ്പിക്കാതെ മതാത്മകമായിട്ടുള്ള കർമാനുഷ്ഠാനങ്ങൾ, ആഘോഷങ്ങൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് നടത്തുന്ന ഈ കാലഘട്ടത്തിൽ ഒരു തിരിച്ചു നടത്തത്തിന് ഈശോ ഓർമ്മിപ്പിക്കുന്ന കാര്യം ഈ ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മോട് പറയുക. ബുദ്ധിശക്തിക്കും യുക്തിചിന്തകൾക്കും സ്വാതന്ത്ര്യ ചിന്തയ്ക്കും അമിത പ്രാധാന്യം കൊടുക്കുന്നതിൻ്റെ മധ്യത്തിൽ ഈശോ പറയുന്നു, ഈശോയുടെ തിരുഹൃദയത്തിന് നമുക്കായിട്ട് തുറന്നു വെച്ചിട്ട് ഈശോ പറയുന്നു, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അലയിലേക്ക് വരിക, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. എന്താ പ്രശ്നം? ഈ യുക്തിചിന്തകൾക്കിടയിൽ, ബുദ്ധി വികാരങ്ങൾക്കിടയിൽ, ഈ സ്വാതന്ത്ര്യ ചിന്തയ്ക്കിടയിൽ മനസമാധാനമില്ല, സന്തോഷമില്ല. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു വാക്ക്, ഈ വർഷത്തിൽ ഉപയോഗിക്കുന്ന വാക്ക് എന്ന് പറയുന്നത് ഡിപ്രഷൻ എന്നാണ്. ഡിപ്രഷൻ, മാനസികമായിട്ടുള്ള അസ്വസ്ഥത. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വാക്കാണെന്ന്, യുവാക്കളുടെ ഇടയിലൊക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വാക്കാണ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ടല്ലേ ഒറ്റപ്പെട്ട ആത്മഹത്യകൾ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ വരുന്നേ. അതുകൊണ്ടല്ലേ മദ്യപാനത്തിനും മയക്കുമരുന്നിനും അടിമകളാകുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നത്. MDMA എന്നൊക്കെ ഞാൻ ചിന്തിച്ചപ്പോൾ ആദ്യമൊക്കെ ഇത് വല്ല ഡിഗ്രി ആണെന്ന് കരുതി, പിന്നെയല്ലേ മനസ്സിലാക്കുന്നത് മാരകമായിട്ടുള്ള മയക്കുമരുന്നാണെന്നുള്ളത്. ഇതിനടിമകളാകുന്നവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുക. മദ്യത്തിന്, ലഹരിക്ക് അടിമപ്പെടുന്നവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുക. കാരണം എന്താ? മനസ്സിൽ സമാധാനമില്ല, ഹൃദയത്തിൽ ആനന്ദമില്ല, സംതൃപ്തിയില്ല ജീവിതത്തെക്കുറിച്ച്. അതിന് പാപ്പ പറയുന്ന 4 കാര്യങ്ങൾ വചനത്തിൽ നിന്ന് എടുത്ത് പറയണം. 1, ദൈവവുമായിട്ടുള്ള വ്യക്തിബന്ധം, ഈശോയുമായിട്ടുള്ള വ്യക്തിബന്ധം ആഴപ്പെടണം. ഈ വ്യക്തിബന്ധം ആഴപ്പെട്ടാലേ, ഈശോയുമായിട്ടുള്ള വ്യക്തിബന്ധം ആഴപ്പെട്ടാലേ ഏത് പ്രതികൂല സാഹചര്യങ്ങളുടെ മധ്യത്തിലും സമാധാനത്തോടുകൂടെ മുന്നോട്ട് പോകാൻ പറ്റൂ. തയ്യാറാണോ? ഈശോയുമായുള്ള ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ്, വ്യക്തിബന്ധം വളർത്തിയെടുക്കണം. എന്ത് രോഗം വന്നോട്ടെ, എന്ത് അവഗണന വന്നോട്ടെ, എന്ത് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിക്കോട്ടെ, പരാജയം ഉണ്ടാകട്ടെ, മാനസികമായിട്ടുള്ള അസ്വസ്ഥതകൾ ഉണ്ടായിക്കൊള്ളട്ടെ, പരിഹാസം ഉണ്ടായിക്കൊള്ളട്ടെ, ഈ വ്യക്തിബന്ധം ആഴത്തിലുണ്ടെങ്കിൽ ഇതൊന്നും നമ്മുടെ സന്തോഷം കെടുത്തില്ല, ഇതൊന്നും നമ്മുടെ ജീവിതത്തിൽ സമാധാനം നഷ്ടപ്പെടുത്തില്ല. നമ്മുടെ ഭാരങ്ങളൊക്കെ ഈശോയുടെ മുമ്പിൽ ഇറക്കി വയ്ക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ സമാധാനത്തോടുകൂടെ ജീവിക്കാൻ കഴിയും. പരിശുദ്ധാത്മാവിൻ്റെ പുതിയ അഭിഷേകത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നു. ഈ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്നത് ഞങ്ങളുടെ പ്രിയപ്പെട്ട ജോസഫ് എറമ്പിലച്ചനാണ്. നമുക്ക് നല്ല കയ്യടിയോടെ പ്രിയപ്പെട്ട ജോസഫ് എറമ്പിലച്ചനെ സമാപന ശുശ്രൂഷയിലേക്ക് ക്ഷണിക്കാം. നല്ല കയ്യടിയോടെ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം അധ്യായം 24 തിരുവചനം 49. എൻ്റെ പിതാവിൻ്റെ വാഗ്ദാനം നിങ്ങളുടെ മേൽ ഞാൻ അയക്കുന്നു. ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നത് വരെ നഗരത്തിൽ തന്നെ വസിക്കുവിൻ. പന്തക്കുസ്ത ദിനം സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. കൊടുങ്കാറ്റടിക്കുന്നത് പോലുള്ള ഒരു ശബ്ദം പെട്ടെന്ന് ആകാശത്ത് നിന്നുണ്ടായി. അതവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവൻ നിറഞ്ഞു. അഗ്നിജ്വാലകൾ പോലുള്ള നാവുകൾ തങ്ങൾ ഓരോരുത്തരുടെ മേൽ വന്നു നിൽക്കുന്നതായി അവർ കണ്ടു. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ആത്മാവ് കൊടുത്ത ഭാഷണവരമനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. ഇത് എങ്ങനെ സംഭവിക്കും?
അതൊരു വലിയ ചോദ്യമാണ്. അച്ഛൻ പറഞ്ഞത് വളരെ നല്ല ഒരു ആശയമാണ്. പക്ഷേ അതെങ്ങനെ സംഭവിക്കും? എങ്ങനെ നിലനിർത്താൻ പറ്റും? എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും? എങ്ങനെ കൂട്ടായ്മയിൽ, ഈ ഐക്യത്തിൽ, ഈ സാഹോദര്യത്തിൽ, ഈ സൗഹൃദത്തിൽ, ഈ പങ്കുവെക്കലിൻ്റെ ചൈതന്യത്തിൽ, സമാധാനത്തിൽ, സന്തോഷത്തിൽ എങ്ങനെ മുന്നേറാൻ പറ്റും? എങ്ങനെ നിലനിൽക്കാൻ പറ്റും? ഹൗ ഷാൾ ദീസ് ബി? ഇതെങ്ങനെ പറ്റും? വിശുദ്ധ ഗ്രന്ഥത്തിലെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണത്. ഹൗ ഷാൾ ദീസ് ബി? ഇതെങ്ങനെ പറ്റും? ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ പരിശുദ്ധ അമ്മ ചോദിക്കുന്നൊരു ചോദ്യമാണത്. ലൂക്കാസ് സുവിശേഷം 1-ാം അധ്യായം 34-ാമത്തെ വചനം. ഉത്തരം എന്തായിരുന്നു? പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും, ആകയാൽ ജനിക്കാൻ പോകുന്നവൻ പരിശുദ്ധൻ, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഹൗ ഷാൽ ബി? ഇതെങ്ങനെ സംഭവിക്കും? പുരുഷനുമായി ബന്ധമില്ലാതെ എങ്ങനെ ഒരു പുത്രനെ ജന്മം കൊടുക്കാൻ പറ്റും? എങ്ങനെ ഒരു കുഞ്ഞിനെ ഗർഭം ധരിക്കാൻ പറ്റും? ഇറ്റ് ഈസ് ടോട്ടലി ഇമ്പോസിബിൾ. അസാധ്യമായ ഒരു കാര്യമാണ് മാലാഖയെ താങ്കൾ പറയുന്നതെന്ന് പറയുമ്പോൾ മാലാഖ പറയുന്ന ഉത്തരം ഇതാണ്. ഞാൻ പറയുന്നത് മനുഷ്യ ബുദ്ധിക്ക്, മനുഷ്യയുക്തിക്ക്, മനുഷ്യശക്തിക്ക് അസാധ്യമാണ്. പക്ഷേ ദൈവത്തിനെല്ലാം സാധ്യമാണ്. ഹല്ലേലൂയ. നിക്കോദെമൂസിനോട് ഈശോ പറഞ്ഞു വീണ്ടും ജനിക്കണം. അപ്പോൾ നിക്കോദെമൂസ് നല്ല പണ്ഡിതനായ ഒരു മനുഷ്യനാണ്. നിക്കോദെമൂസ് വളരെ റാഡിക്കലായിട്ടുള്ള ഒരു ചോദ്യം ഈശോയോട് തിരിച്ചു ചോദിച്ചു. ഇതെങ്ങനെ സംഭവിക്കും? എങ്ങനെ പ്രായമായ ഒരാൾക്ക് അമ്മയുടെ ഉദരത്തിൽ പ്രവേശിച്ച് വീണ്ടും ജനിക്കാൻ പറ്റും? പറ്റത്തില്ലല്ലോ. അപ്പോൾ ഈശോ എന്താ പറഞ്ഞത്? കാറ്റതിന് ഇഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു, അത് എവിടെ നിന്ന് വരുന്നെന്നോ എവിടേക്ക് പോകുന്നെന്നോ മോനെ നീ അറിയുന്നില്ല. ആ കാറ്റ്, അതായത് ദൈവത്തിന്റെ ശ്വാസം, പരിശുദ്ധാത്മാവ് എങ്ങനെ വീണ്ടും ജനിക്കാൻ പറ്റും? പരിശുദ്ധാത്മാവ് വഴി വീണ്ടും ജനിക്കാൻ പറ്റും. ഹല്ലേലൂയ പറഞ്ഞു. ഹല്ലേലൂയ. വീണ്ടും യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തില് സാമരിയാക്കാരി സ്ത്രീയോട് ഈശോ വെള്ളം ചോദിച്ചു. ആ സംസാരത്തിന്റെ ഇടയ്ക്ക് ഈശോ അവളോട് പറഞ്ഞു, നീ എന്നോട് ചോദിച്ചിരുന്നെങ്കിൽ നിനക്ക് ജീവജലം നൽകും, ഞാൻ നൽകുമായിരുന്നു. അപ്പോൾ അവൾ ചോദിക്കുക, നിന്റെ കയ്യിൽ കയറില്ല, പാളയില്ല, കിണറില്ല, തൊട്ടി ഒന്നുമില്ല, പിന്നെ എങ്ങനെ നിനക്ക് വെള്ളം തരാൻ പറ്റും? അപ്പോൾ ഈശോ പറഞ്ഞു, ആത്മാവാണ് ജീവൻ നൽകുന്നത്, അതായത് പരിശുദ്ധാത്മാവ്. അവിടെ ഈശോ പറയുകയാണ്, എല്ലാം പരിശുദ്ധാത്മാവ് വഴി സാധിക്കും, എല്ലാം പരിശുദ്ധാത്മാവ് വഴി സാധിക്കും. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തില് ഈശോ പരിശുദ്ധ കുർബാന എന്ന മഹാരഹസ്യം വളരെ റാഡിക്കലായ വിധത്തില് ഈ ജനത്തോട് പറയുമ്പോൾ അവർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഇവന്റെ ശരീരം എങ്ങനെ നമുക്ക് ഭക്ഷണമായി തരാൻ പറ്റും? ഇവൻ നമ്മളെപ്പോലൊരു മനുഷ്യനല്ലേ, ആ തച്ചന്റെ മോനല്ലേ, ആ നസ്രത്തുകാരി മറിയമല്ലേ ഇവന്റെ അമ്മ, പിന്നെ ഇവൻ എങ്ങനെ തൻ്റെ ശരീരം, തൻ്റെ രക്തം നമുക്ക് ഭക്ഷണമായി തരാൻ പറ്റും? അപ്പോഴാണ് ഈശോ വീണ്ടും പറയുക, ആത്മാവ് ആണ് ജീവൻ നൽകുന്നത്, ആത്മാവ് വഴി ഇതെല്ലാം സാധ്യമാണ്. ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. എങ്ങനെ നന്നായിട്ട് പഠിക്കാൻ പറ്റും? എങ്ങനെ നന്നായിട്ട് കുടുംബജീവിതം നയിക്കാൻ പറ്റും? എങ്ങനെ നല്ല വൈദികനായി ജീവിക്കാൻ പറ്റും? എങ്ങനെ നല്ല സന്യാസികളായി ജീവിക്കാൻ പറ്റും? എങ്ങനെ സഭയോടൊത്ത് ചിന്തിക്കാനും സഭയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാനും പറ്റും? എങ്ങനെ കൂട്ടായ്മയിൽ വളരാൻ പറ്റും? എങ്ങനെ പങ്കുവെച്ച് ജീവിക്കാൻ പറ്റും? എങ്ങനെ പരസ്പരം സഹിഷ്ണുതയോടെ സഹവർത്തിത്വത്തോടെ മുന്നേറാൻ പറ്റും? എങ്ങനെ നല്ല അയലൊക്ക ബന്ധത്തിൽ മുന്നേറാൻ പറ്റും? എങ്ങനെ പരസ്നേഹ പ്രവർത്തനങ്ങളിൽ മുന്നേറാൻ പറ്റും? എങ്ങനെ നല്ല ഒരു ദമ്പതിയായി, ഭാര്യയായി, ഭർത്താവായി ജീവിക്കാൻ പറ്റും? എങ്ങനെ ഒരു നല്ല മകനായി, മകളായി ജീവിക്കാൻ പറ്റും? എങ്ങനെ നല്ല സഹോദരികളായി ജീവിക്കാൻ പറ്റും? മനുഷ്യബുദ്ധിക്ക് അസാധ്യമാണ്, മനുഷ്യബുദ്ധിക്ക് അസാധ്യമാണ്. എന്നാൽ ദൈവത്തിനെല്ലാം സാധ്യമാണ്. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും, ആകയാൽ ജനിക്കാൻ പോകുന്നവൻ പരിശുദ്ധൻ, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. എങ്ങനെ സാധിക്കും? പരിശുദ്ധാത്മാവ് വഴി സാധിക്കും. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ഉന്നതത്തിൽ നിന്ന് ശക്തി വരുവോളം നിങ്ങൾ ഇതാ നഗരത്തിൽ സെഹിയോൻ ശാലയിൽ വസിക്കാൻ പറയുകയാണ്. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം, മാലാഖമാരൊന്നിച്ചാരാധിക്കാം. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം, മാലാഖമാരൊന്നിച്ചാരാധിക്കാം. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം,
ആത്മാവിൻ ശക്തിയോട് ആരാധിക്കാം, ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം, ആത്മാവിൻ ശക്തിയോട് ആരാധിക്കാം. ചേർന്ന് പാടി ഈശോയെ മാത്രം നോക്കണം, ഈശോയിലേക്ക് മാത്രം, വേറെ ഇടത്തോട്ടും വലത്തോട്ടും ശ്രദ്ധ പോകരുത്. ഇതാ നമ്മുടെ ദൈവം, ഇതാ നമ്മുടെ കർത്താവ്, നമ്മെ കാത്തിരുന്ന ദൈവം, നമുക്ക് വേണ്ടി മനുഷ്യരൂപം ധരിച്ച ഈശോ, നമുക്ക് വേണ്ടി തിരുവോസ്തി രൂപത്തിലേക്ക് ചെറുതായി ഇറങ്ങി വന്ന കർത്താവ്. ആ കർത്താവിനെ ഭക്തിയോടെ, ശ്രദ്ധയോടെ, വിശുദ്ധിയോടെ, തീഷ്ണതയോടെ ഗായക സംഘത്തോട് ചേർന്ന് പാടി സ്തുതിക്കാം. ദാനിയേൽ സിംഹക്കുഴിയിൽ ആരാധിച്ചപ്പോൾ, അപ്പസ്തോല ജയിലുകളിൽ ആരാധിച്ചപ്പോൾ, ദൈവജനം രക്തം ചിന്തി ആരാധിച്ചപ്പോൾ, കഷ്ടതയിൽ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ദാനിയേൽ സിംഹക്കുഴിയിൽ ആരാധിച്ചപ്പോൾ, അപ്പസ്തോല ജയിലുകളിൽ ആരാധിച്ചപ്പോൾ, ദൈവജനം രക്തം ചിന്തി ആരാധിച്ചപ്പോൾ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം, മാലാഖമാരൊന്നിച്ച് ആരാധിക്കാം, ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം, ആത്മാവിൻ ശക്തിയോട് ആരാധിക്കാം. ഇതാ ദൈവപുത്രൻ മനുഷ്യ മക്കളോടുകൂടി ആയിരിക്കുന്നതാവുന്നു എൻ്റെ ആനന്ദം. നീ എന്നെ വിളിക്കുക, ഞാൻ നിനക്ക് ഉത്തരം മരുളും, നിന്റെ മഹത്വവും തേജസ്സും ഞാൻ വർദ്ധിപ്പിക്കും. ചോദിക്കുന്നവർക്ക് എത്രയധികമായി പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല. ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവനുണ്ടാകാനും അത് സമർത്ഥമായി ഉണ്ടാകുവാനും വേണ്ടിയാണ്. ഞാൻ പോയി കഴിഞ്ഞാൽ സഹായകനെ നിങ്ങളുടെ പക്കലേക്ക് ഞാൻ അയക്കും. ഞാൻ സഹായകൻ വന്ന എല്ലാ കാര്യങ്ങളിലും പഠിപ്പിക്കും. പരിശുദ്ധാത്മാവിൻ്റെ കൃപാവര ദാനങ്ങളാൽ നമ്മെ അലങ്കരിക്കുവാൻ വേണ്ടി ഇതാ ഈശോ. ആ ഈശോയെ ഗായക സംഘത്തോട് ചേർന്ന് സ്വരം ഉയർത്തി പാടി സ്തുതിക്കാം. ആദ്യ സഭവാളിൻ മുന്നിൽ ധീരതയോടെ ഹല്ലേലൂയ ഗീതം പാടി ആരാധിച്ചപ്പോൾ, യേശുവിനായി ലോകത്തിൽ മരണം വന്നാലും ഹല്ലേലൂയ ഗീതം പാടി ആരാധിക്കുമേ. ആദ്യ സഭവാളിൻ മുന്നിൽ ധീരതയോടെ ഹല്ലേലൂയ ഗീതം പാടി ആരാധിച്ചപ്പോൾ, യേശുവിനായി ലോകത്തിൽ മരണം വന്നാലും ഹല്ലേലൂയ ഗീതം പാടി ആരാധിക്കുമേ. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം, മാലാഖമാരൊന്നിച്ച് ആരാധിക്കാം, ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം, ആത്മാവിൻ ശക്തിയോട് ആരാധിക്കാം. നമുക്ക് ഒന്നിയേർന്ന് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. കൈകൾ നെഞ്ചോട് ചേർത്ത് വെച്ച് കർത്താവായ ഈശോയെ, രക്ഷകനായ ദൈവമേ, അവിടുത്തെ അനന്ത കാരുണ്യത്താൽ അവിടുന്ന് ഞങ്ങളുടെ മേൽ ഈ പോപ്പുലർ മിഷൻ ധ്യാനത്തിലൂടെ വർഷിച്ച എല്ലാ കൃപകളെ ഓർത്ത് ദൈവമേ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങൾ വീണ്ടും ഏറ്റുപറയുന്നു പിശാചിനെയും അതിന്റെ ആഡംബരങ്ങളെയും അന്ധവിശ്വാസത്തെയും മന്ത്രവാദത്തെയും കൂടോത്രത്തെയും എല്ലാ തരത്തിലുമുള്ള നാരകീയ ശക്തികളെ, അന്ധകാര ശക്തികളെ, പൈശാചിക ശക്തികളെ, അന്തരീക്ഷ ശക്തികളെ ഞങ്ങൾ എന്നേക്കുമായി വെറുത്തുപേക്ഷിക്കുന്നു. അവയുടെ ഞങ്ങളുടെ മേലുള്ള സ്വാധീനം എന്നേക്കുമായി ചാമ്പലായി പോകട്ടെ, നിർവീര്യമായി തീരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരമുയർത്തി ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, അങ്ങയെ ഞങ്ങളുടെ പിതാവും രക്ഷകനും പരിപാലകനുമായി ഏറ്റുപറഞ്ഞ് ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈശോ മിശിഹായേ, ഞങ്ങൾക്ക് വേണ്ടി മനുഷ്യാവതാരം ചെയ്ത് പാടുപീഡകൾ സഹിച്ച് ഉയർത്തെഴുന്നേറ്റ് വിശുദ്ധ കുർബാനയിൽ മഹത്വപൂർണമായി വസിക്കുന്ന ഈശോയെ, അങ്ങ് മാത്രമാണ് ഞങ്ങളുടെ രക്ഷകനും പരിപാലകനും വഴിയും സത്യവും ജീവനുമെന്ന് ഏറ്റുപറയുന്നു.
പറയുന്നു, ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവേ, ദൈവത്തിന്റെ ചൈതന്യമേ, ദൈവത്തിന്റെ ശക്തിയെ എന്റെ ജീവിതത്തില് എല്ലാം സാധ്യമാക്കി മാറ്റുന്ന ഓ പരിശുദ്ധാത്മാവേ, അങ്ങേ ഞാൻ ദൃഢമായി വിശ്വസിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. ത്രിത്വൈക ദൈവമേ, എന്റെ ദൈവമേ, ത്രിത്വൈക ദൈവമേ, ഞാൻ അങ്ങേക്ക് എന്റെ ജീവിതത്തെ, എന്റെ കുടുംബത്തെ, എന്റെ വീട്ടിലുള്ള എല്ലാവരെയും എന്നേക്കുമായി സമർപ്പിക്കുന്നു. പോപ്പുലർ മിഷൻ ധ്യാനത്തിലൂടെ ഞങ്ങളിലേക്ക് അവിടുന്ന് ചൊരിഞ്ഞ എല്ലാ കൃപകളെയും ഉജ്ജ്വലിപ്പിക്കണമേ. അവയിൽ എന്നെന്നും നിലനിൽക്കുവാൻ, മുന്നേറുവാൻ, വളരുവാൻ, വിജയിക്കുവാൻ കർത്താവേ എന്നെ അനുഗ്രഹിക്കണമേ, ശക്തിപ്പെടുത്തണമേ, പ്രചോദിപ്പിക്കണമേ, പ്രകാശിപ്പിക്കണമേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കരങ്ങൾ കൂപ്പി ശിരസ് നമിച്ച് എല്ലാവരും ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുകയാണ്. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. എല്ലാവരും ശിരസ് നമിച്ച് പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. എൻ്റെ പേര് ജോസ്. ഇരിഞ്ഞാലക്കുട രൂപതയിലെ കൊറ്റലൂർ ഫാത്തിമാത ദേവാലയത്തിൽ ഇപ്പോൾ നടക്കുന്ന പോപ്പുലർ മിഷൻ ധ്യാനത്തിൻ്റെ ജനറൽ കൺവീനറാണ്. ഈ ധ്യാനത്തിലൂടെ അനേകർക്ക് ദൈവവചനത്തിൻ്റെ അനുഗ്രഹം ലഭിച്ചു. അനേകർ ഈ ധ്യാനത്തിൽ കാലത്തും വൈകിട്ടും യാതൊരു തടസ്സവും കൂടാതെ വന്നു ചേർന്നതിന് ദൈവത്തിനോടും ഈ പോപ്പുലർ മിഷൻ ധ്യാനം നടത്തിയ വൈദികരോടും ഇവിടെ എന്നോടൊപ്പം വർക്ക് ചെയ്ത എല്ലാ ഞങ്ങളുടെ നല്ല കൂട്ടുകാർക്കും നന്ദി പറഞ്ഞുകൊള്ളുന്നു. എൻ്റെ പേര് പോൾ കുഞ്ഞൂറി തയ്യോളപ്പിൽ. ഞാൻ കൊറ്റനല്ലൂർ ഫാത്തിമ ദേവാലയത്തിൻ്റെ ട്രസ്റ്റിയാണ്. ഞങ്ങളിപ്പോൾ ഒരാഴ്ചയായിട്ട് പോപ്പുലർ മിഷൻ ധ്യാനത്തിൻ്റെ ചൈതന്യത്തിലിരിക്കുന്നു. ഞങ്ങൾക്ക് ഈ ധ്യാനം കൊണ്ട് നല്ല കുമ്പസാരം നടത്തുവാനും ആത്മീയമായിട്ട് വളരുവാനും അതുപോലെ വിശ്വാസത്തിൽ അടിയുറച്ച് നിൽക്കാനുള്ളൊരു ചൈതന്യം ഈ പോപ്പുലർ മിഷൻ ധ്യാനം കൊണ്ട് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ പോപ്പുലർ മിഷൻ ധ്യാനം നടത്താൻ ഇടയാക്കിയ നമ്മുടെ വികാരി അച്ഛനും ജോജോ അച്ഛനും മാത്യു അച്ഛനും അതുപോലെ മറ്റു വൈദികർക്കും 1000 നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.